ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. ന്യൂസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ RSS പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി. 9 പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷ നാളെ വിധിക്കും. കരുവന്നൂർ കേസിൽ ED കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ K. രാധാകൃഷ്ണൻ MP സ്ഥാനം രാജിവെക്കണമെന്ന് മുൻ MLA അനിൽ അക്കര. ആവശ്യമുന്നയിച്ച് ചേലക്കരയിലെ MP ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. പ്രധാന പാതകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അനാസ്ഥയ്ക്കും ഗ്രാമീണ റോഡുകളുടെ തകർച്ചയ്ക്കുമെതിരെയും ചേലക്കരയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. മണ്ണാർക്കാട് സ്വകാര്യ ബസ് അപകടത്തിൽ വനിതാ എംപ്ലോയ്മെന്റ് ഓഫീസർക്ക് ദാരുണാന്ത്യം. മരിച്ചത് മണ്ണൂർ സ്വദേശിനി പ്രസന്നകുമാരി. റോഡ് മുറിച്ചു കടന്നു വരികയായിരുന്ന ഇവരുടെ ദേഹത്ത് ബസ്സിന്റെ ഡോർ തട്ടുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ. പ്രസന്നകുമാരി സർവീസിൽ നിന്ന് വിരമിക്കാൻ ശേഷിച്ചിരുന്നത് 2 ദിവസം മാത്രം. ഒറ്റപ്പാലം മനുശ്ശേരിയിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ഷൊർണൂരിൽ മഴക്കാല ശുചീകരണ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. തീരുമാനം നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ. മഴക്കാല വിളകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ക്യാമ്പയിന് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ RSS പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിലെ 9 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ശിക്ഷ നാളെ വിധിക്കും. യഥാക്രമം 1 മുതൽ 9 വരെയുള്ള പ്രതികളായ ജയേഷ്, സുമേഷ്, സെബാസ്റ്റ്യൻ, ജോൺസൺ, ബിജു, രവി, സജീഷ്, സുനീഷ്, സനീഷ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. കേസിൽ 6ാം പ്രതി രവി മരണപ്പെട്ടിരുന്നു. 2010 മെയ് 16-നാണ് തൃശൂർ കുമ്പളങ്ങാട് വായനശാലയ്ക്ക് മുന്നിൽ വെച്ച് കൊലപാതകം നടന്നത്. രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ 31 വയസ്സുള്ള CT ബിജുവിനെ RSS പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ബിജുവിനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനും വെട്ടേറ്റിരുന്നു. ഇയാളാണ് കേസിലെ 1ാം സാക്ഷി. കേസിൽ 30ഓളം സാക്ഷികളുണ്ടായിരുന്നു. അന്നത്തെ വടക്കാഞ്ചേരി CI ആയിരുന്ന സിനോജാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KD ബാബു ഹാജരായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കരുവന്നൂർ കള്ളപ്പണം വെളുപ്പിച്ച കുറ്റവാളി K. രാധാകൃഷ്ണൻ MP സ്ഥാനം രാജിവെക്കണമെന്ന് മുൻ MLA അനിൽ അക്കര. MPക്കെതിരെ സർക്കാർ വിജിലൻസ് കേസ് എടുക്കണമെന്നും അനിൽ അക്കര ആവശ്യപ്പെട്ടു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കേസിലെ പ്രതിയായ MP K. രാധാകൃഷ്ണൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കരയിൽ MP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അനിൽ അക്കര. ചേലക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിലും ധർണയിലും സ്ത്രീകളും മുതിർന്നവരുമടക്കം കനത്ത മഴ വകവയ്ക്കാതെ 100 ആളുകളാണ് MP ഓഫീസിലേക്ക് മുദ്രാവാക്യം വിളിച്ച് മാർച്ച് നടത്തിയത്. എന്നാൽ ചേലക്കര പാലസ് റോഡിലുള്ള KSEB ഓഫീസ് പരിസരത്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ മാർച്ച് AICC അംഗവും മുൻ വടക്കാഞ്ചേരി MLAയുമായ അനിൽ അക്കരെ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് MM വർഗീസിനെതിരെയും KC മൊയ്തീനെതിരെയും കേസെടുക്കാത്തത് BJP CPM ഡീൽ ആണെന്നും അതിന്റെ പ്രത്യുപകാരമാണ് തൃശൂർ MP സ്ഥാനം സുരേഷ് ഗോപിക്ക് നൽകിയത് എന്നും അനിൽ അക്കരെ ഉദ്ഘാടനത്തിൽ പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിന് പുറത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ, പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ എടുത്തുള്ള FIR മുഴുവൻ BJP സർക്കാരുകൾ എടുത്ത FIR ആണ്. ഒരു FIR ഇല്ലാതെ EDക്ക് കേസെടുക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇവിടെ ആധികാരികമായ AC മൊയ്തീനും K. രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയാകാനുണ്ടായിട്ടുള്ള മദർ പെറ്റീഷൻ എന്ന് പറയുന്ന FIR പിണറായി സർക്കാർ എടുത്തിട്ടുള്ള FIR ആണ്. ആ FIRന്റെ തുടർച്ചയാണ് ഈ ED കേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ EDക്കെതിരെ കുറ്റം പറയുമ്പോൾ ഞങ്ങൾ EDയെ ന്യായീകരിക്കില്ല. നിങ്ങൾ EDക്കെതിരെ കുറ്റം പറയുമ്പോൾ നിങ്ങളുടെ 4 വിരലുകൾ ചൂണ്ടുന്നത് പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസിലേക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പിണറായിയുടെ പോലീസിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാതെയാണോ നിങ്ങൾ ഈ കേസിനെ തള്ളി പറയുന്നത്?
അതല്ലേ യാഥാർത്ഥ്യം? എന്ന് വെച്ചാൽ പിണറായി സർക്കാർ എടുത്തിട്ടുള്ള കേസിന്റെ തുടർച്ചയാണ് ഈ FIR എന്ന് പറയുന്നത്. ആ FIRന്റെ തുടർച്ചയാണ് ഈ കുറ്റപത്രം എന്ന് പറയുന്നത്. അങ്ങനെ CPM നേതാക്കന്മാരും CPM ജില്ലാ കമ്മിറ്റിയും കുറ്റപത്രത്തിൽ പറയുന്നത് പോലെ 73 ലക്ഷം രൂപ CPM ജില്ലാ കമ്മിറ്റിയും 150 കോടി രൂപ മറ്റാളുകളും ചേർന്ന് തട്ടിയെടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ അഴിമതിയില്ലേ? പ്രതിഷേധ മാർച്ചിൽ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ KPCC സെക്രട്ടറിമാരായ CC ശ്രീകുമാർ, KB ശശികുമാർ, കോൺഗ്രസ് നേതാക്കളായ സുലൈമാൻ, MM വർഗീസ്, DCC ജനറൽ സെക്രട്ടറി TM കൃഷ്ണൻ, E വേണുഗോപാല മേനോൻ, വൈശാഖ് നാരായണ സ്വാമി, മറ്റു കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. തുടർന്ന് യോഗം കഴിഞ്ഞതിനു ശേഷം വീണ്ടും മുദ്രാവാക്യം വിളിച്ച് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് തുരത്തി ഓടിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് വീണ്ടും നേതാക്കളെത്തിയാണ് പ്രവർത്തകരെ മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണാർക്കാട്ട് സ്വകാര്യ ബസ് അപകടത്തിൽ വനിതാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ മരിച്ചു. മണ്ണൂർ സ്വദേശിനി പ്രസന്നകുമാരിയാണ് മരിച്ചത്. റോഡ് മുറിച്ച് കടന്നു വരികയായിരുന്ന പ്രസന്നകുമാരിയുടെ ദേഹത്ത് ബസ്സിൻ്റെ ഡോർ തട്ടുകയായിരുന്നു. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ വ്യാഴാഴ്ച രാവിലെയാണ് അപകടം. മണ്ണൂർ കൊട്ടക്കുന്ന് പനവച്ചപ്പറമ്പിൽ പരേതനായ കേശവന്റെ മകൾ 56 വയസ്സുള്ള പ്രസന്നകുമാരിയാണ് അപകടത്തിൽ മരിച്ചത്. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. റോഡ് മുറിച്ച് കടന്നു വരികയായിരുന്ന പ്രസന്നകുമാരിയുടെ ദേഹത്ത് ബസ്സിന്റെ ഡോർ തട്ടുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. റോഡിൽ വീണ ഇവരുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. നാട്ടുകാരെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ മാസം 31-ന് സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കെയാണ് ദാരുണമായ അന്ത്യം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം മനശ്ശേരിയിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്ക്. വാണിയംകുളം ചന്തയിലേക്ക് മാടുകളുമായി വന്ന ലോറിയും അരിച്ചാക്കുകളുമായി പോവുകയായിരുന്ന മറ്റൊരു ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ മനശ്ശേരി KM ഓഡിറ്റോറിയത്തിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. പുലർച്ചെ 5:30യോടെയായിരുന്നു അപകടം. അപകടത്തിൽ മാട് ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 22 വയസ്സുള്ള സലാം, 28 വയസ്സുള്ള താരിഖ്, 34 വയസ്സുള്ള ഷറഫുദ്ദീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. സലാം ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മറ്റ് 2 പേർക്ക് പ്രാഥമിക ചികിത്സ നൽകി വിട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. അപകടം നടന്ന സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തി. മാടുവണ്ടിയിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന പാതകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെ പോക്കിനും ഗ്രാമീണ റോഡുകളുടെ തകർച്ചയ്ക്കും ഗതാഗത കുരുക്കിനും പരിഹാരം ആവശ്യപ്പെട്ട് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ചേലക്കര കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ജനകീയ പ്രതിഷേധ മാർച്ച് KPCC സെക്രട്ടറി KB ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. യോഗ്യമായിട്ടുള്ളത് ദേശീയപാത ഇവിടെ പ്രതിപാദിച്ച പോലെ ദേശീയപാതയുടെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ്. ഇവിടെ ഉള്ള റോഡുകളാണ് കുണ്ടും കുഴിയും മൂലം സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നു. ആളുകൾക്ക് ഈ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ ഭയമാണ്, പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾക്ക്. അവർ ചോദിക്കുന്നത് ഞങ്ങളുടെ ജീവൻ ആര് സംരക്ഷണം തരും എന്നുള്ളതാണ്. അപ്പോൾ ആസൂത്രിതമല്ലാത്തതും സയന്റിഫിക് അല്ലാത്തതുമായ പ്രവർത്തനമാണ്, നിർമ്മാണ പ്രവർത്തനമാണ് ഈ റോഡുകളുടെ സ്ഥിതിവിശേഷത്തിന് കാരണം. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ സുലൈമാൻ, MM വർഗീസ്, DCC ജനറൽ സെക്രട്ടറി TM കൃഷ്ണൻ, E വേണുഗോപാല മേനോൻ, വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA ഷാനവാസ്, മറ്റ് കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ നഗരസഭയിൽ മഴക്കാലത്തോടനുബന്ധിച്ച് നടത്തേണ്ട ശുചീകരണ, പ്രതിരോധ, ബോധവൽക്കരണ പരിപാടികൾ ആവിഷ്കരിച്ചു. നഗരസഭയിൽ ചേർന്ന യോഗത്തിലാണ് വിവിധ പ്രദേശങ്ങളിൽ സത്വരമായി നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ധാരണയായത്.
ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. യോഗത്തിൽ ഷൊർണൂർ കുളപ്പുള്ളി റോഡിന്റെ ശോചനീയാവസ്ഥ, നഗരസഭാ ബസ് സ്റ്റാൻഡിൽ മഴവെള്ളവും ചെളിയും കെട്ടിനിൽക്കുന്ന സാഹചര്യം, വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ഉയർന്നുവന്നു. എന്നാൽ ചർച്ചയിൽ ഉയർന്നുവന്ന കാര്യങ്ങൾ പലതും അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർമാൻ പ്രതികരിച്ചു. മഴക്കാലത്തെ നേരിടാനും ബോധവൽക്കരണ പരിപാടികൾ ശക്തമാക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇതൊരു ക്യാമ്പയിനായി ഏറ്റെടുത്ത് എല്ലാ വിഭാഗം ജീവനക്കാരും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണവും ഉണ്ടാകണമെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ആവശ്യപ്പെട്ടു. നഗരത്തിന്റെ മഴക്കാലത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവലോകനം നടത്തി. അപ്പം അതിനകത്ത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. മഴക്കാലത്തെ നേരിടാനും അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിവിടാൻ ആവശ്യമായ കാര്യങ്ങൾ, വീടുകളിൽ ചിരട്ടകളിലും പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളിലും ഒക്കെ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക, പൂച്ചട്ടികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കി അപ്പോൾ തന്നെ വീട്ടുകാർ തന്നെ ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ നിലയിലുള്ള ബോധവൽക്കരണം ഉൾപ്പെടെ നടത്താനായിട്ട് നഗരസഭയിലെ ചില റോഡുകളിൽ വെള്ളക്കെട്ട് നിലനിൽക്കുന്നത് ഒഴിവാക്കാൻ PWD അധികാരികളെയും ബന്ധപ്പെട്ട അധികാരികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. റോഡിൽ വെള്ളക്കെട്ടുള്ളതൊക്കെ താൽക്കാലികമായിട്ട് PWDക്കും അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവരത് എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K കൃഷ്ണകുമാർ, SG മുകുന്ദൻ, KM ലക്ഷ്മണൻ, P ജിഷ, കൗൺസിലർമാർ, വിവിധ വകുപ്പ് പ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, യുവജന സംഘടനകൾ, കണ്ടിജന്റ് ജീവനക്കാർ, ഹരിതകർമ്മസേന, ആശാ PROമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മഴക്കാല വിളകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ക്യാമ്പയിന് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ തുടക്കമായി. വിവിധ കൃഷിഭവൻ പരിധിയിലെ കർഷകർക്കാണ് പ്രത്യേക പരിശീലനം. കാർഷിക മേഖലയിലെ പുത്തൻ പരീക്ഷണങ്ങൾ കർഷകരിൽ എത്തിക്കുക എന്നതാണ് ക്യാമ്പയിൻ്റെ മുഖ്യ ലക്ഷ്യം. കേന്ദ്ര വികസിത് കൃഷി സങ്കല്പ് അഭിയാന്റെ ഭാഗമായാണ് പട്ടാമ്പിയിലുള്ള പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ മഴക്കാല വിളകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. മെയ് 29 തുടങ്ങി ജൂൺ 12 വരെയുള്ള കാലയളവിൽ KVKയ്ക്കു കീഴിലുള്ള 95 കൃഷിഭവനുകളിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഓങ്ങല്ലൂർ പട്ടാമ്പി കൃഷിഭവനുകളിലെ കർഷകർക്കായാണ് പരിശീലനവും കർഷക ശാസ്ത്ര മുഖാമുഖവും സംഘടിപ്പിച്ചത്. RARS മേധാവി ഡോക്ടർ P രാജി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷൺമുഖസുന്ദരം, അസിസ്റ്റന്റ് പ്രൊഫസർ T രശ്മി, ജോഷി, കൃഷി ഓഫീസർമാരായ ഹനീഷ്, ഹാര്യ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ആദ്യ ദിനത്തിൽ കുലുക്കലൂർ, തിരുവേഗപ്പുറ, കൊപ്പം, വിളയൂർ എന്നീ കൃഷിഭവനുകളിലും ഇത്തരത്തിൽ പരിശീലനം നടന്നു. പഴം, പച്ചക്കറി സംസ്കരണം, കൃത്യത കൃഷി എന്നിവയിൽ മഴക്കാല വിളകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് കർഷകർക്ക് പരിശീലനം നൽകുന്നത്. ഇതുവഴി പുതിയ കണ്ടുപിടുത്തങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുക, അവരുടെ ആശയങ്ങൾ സ്വീകരിച്ച് കൃഷി നടപ്പാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ T രശ്മി പറഞ്ഞു. ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് ICARന്റെ വിവിധ ടെക്നോളജികൾ ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ സയൻറ്റിസ്റ്റുകൾ മുഖേനയും കേരള കാർഷിക സർവകലാശാലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ വഴിയും ആത്മയും കൃഷി വകുപ്പും സഹകരിച്ച് ഈ പദ്ധതി കർഷകരിലേക്ക് നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവരിൽ നിന്നും തിരിച്ച് റിസർച്ചബിൾ ഇഷ്യൂസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ഒരു പ്രാവർത്തികമാക്കുക എന്നതുമാണ് ഇത്. മത്സ്യസംസ്കരണവുമായി ബന്ധപ്പെട്ട പുതിയ സാങ്കേതിക വിദ്യകൾ കർഷകരെ പരിചയപ്പെടുത്തുക, അതുവഴി കർഷകർക്ക് ആദായം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഒരുക്കുക എന്നതും മറ്റൊരു ലക്ഷ്യമാണെന്ന് സീനിയർ സയൻറ്റിസ്റ്റ് CG ജോഷി പറഞ്ഞു. വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ്റെ ഭാഗമായി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും ഇതിൻ്റെ ഭാഗമാവുകയാണ് KVK പട്ടാമ്പിയിലൂടെ. ഞാൻ പ്രതിനിധീകരിക്കുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ
ഫിഷിനെ പിടിക്കാനും അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും പഠിക്കുകയും അതിനെക്കുറിച്ച് പഠനം നടത്തുകയും ഗവേഷണം ചെയ്യുന്ന സ്ഥാപനമാണ്. CFTയിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജികൾ ഇവിടെ ഉപയോഗപ്രദമായ രീതിയിൽ കർഷകർക്ക് അവരുടെ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരുടെ ഇൻകം കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി ആ ടെക്നോളജി എങ്ങനെ ഉപയോഗകരമാക്കി കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചും നമ്മുടെ ടെക്നോളജി കർഷകർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുണ്ടൂരിൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ജില്ലാ സെക്രട്ടറി ബിജു ചാർലി ഉദ്ഘാടനം ചെയ്തു. അറിയാമായിരുന്നു, നമ്മളെല്ലാവരും തന്നെ കുടുംബ പശ്ചാത്തലത്തിൽ അന്നത്തെ കുടുംബ പശ്ചാത്തലത്തിന് അനുസരിച്ച് വളരുകയും ദൂരങ്ങളിലേക്കൊന്നും പോകാനുള്ള സാഹചര്യം ഒരുവിധമുള്ള കുട്ടികൾക്കൊന്നും തന്നെ ലഭിക്കാറില്ല. അതിനുള്ള വഴികളും തുറന്നു കിട്ടാറില്ല. അപ്പം നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടുമ്പുറങ്ങളിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് അന്നത്തെ സാഹചര്യത്തിൽ, കാരണം ഇന്നത്തെ പോലെ 2-3 കുട്ടികളല്ല അന്നുള്ളത്, 5-6 മക്കളുടെ മുകളിലുള്ള വലിയൊരു കൂട്ടുകുടുംബമാണ്. അപ്പം എല്ലാ മക്കളെയും അന്നത്തെ കാലഘട്ടത്തിൽ കാണുവാനും അവരെല്ലാം ഒരേപോലെ സ്നേഹിക്കുവാനും അല്ലെങ്കിൽ ഒരേപോലുള്ള പഠിത്തത്തിൽ മുന്നോട്ട് കൊണ്ടുവരാനും അന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ അന്നത്തെ കാരണവുമായിട്ട് കഴിഞ്ഞിരുന്നില്ല. മേഖലാ പ്രസിഡന്റ് കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മുണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യാതിഥിയായി. സംസ്ഥാന സെക്രട്ടറി രാജേഷ് കെ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് തരിയക്കുട്ടി, ജില്ലാ പ്രസിഡന്റ് പി കുട്ടൻ, ടി രാജാമണി, VT ദേവദാസ്, ദിലീപ് കുമാർ, KS മുഹമ്മദ് കോയ, വിമൽ കെ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന നേതാക്കളെ ഉപഹാരം നൽകി ആദരിച്ചു. മേഖലാ സെക്രട്ടറി എബ്രഹാം C മാത്യു സ്വാഗതവും മേഖലാ ട്രഷറർ സുനിൽ KV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗണേശ്ഗിരി റെയിൽവേ ക്വാർട്ടേഴ്സിൽ പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസ് മുണ്ടായ സെൻറ്ററിലേക്ക് മാറ്റി. കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കത്തെ തുടർന്നാണ് തപാൽ ഓഫീസ് സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ഷൊർണൂർ മുണ്ടായ സെൻറ്ററിലുള്ള സായ് ബിൽഡിംഗിലേക്കാണ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം മാറ്റിയത്. പഴയ കെട്ടിടം ശോച്യാവസ്ഥയിലായതിനെ തുടർന്നാണ് കെട്ടിടം ഗണേശ്ഗിരി റെയിൽവേ ക്വാർട്ടേഴ്സിൽ നിന്ന് മുണ്ടായയിലേക്ക് മാറ്റിയത്. 24-ാം വാർഡ് കൗൺസിലർ P ജിഷ, സബ് പോസ്റ്റ് മാസ്റ്റർ KA ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു. മുതിർന്ന പൗരന്മാരുടെ സമ്പാദ്യ പദ്ധതിയിലേക്ക് നേരറിവ് വാട്സപ്പ് കൂട്ടായ്മ രക്ഷാധികാരി TR സന്തോഷ് കുമാർ തുക നിക്ഷേപിച്ചു. ഗണേശ്ഗിരി, മേച്ചിരാത്ത് കുന്ന്, മുണ്ടായ, വടക്കുമുറി എന്നിങ്ങനെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ളവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്കാണ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം മാറ്റിയിട്ടുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭാ കാര്യാലയത്തിൽ വെച്ചാണ് സൗജന്യ നേത്രപരിശോധന തിമിരനിർണയ ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നഗരസഭയുടെയും പാലക്കാട് ജില്ലാ സഞ്ചരിക്കുന്ന നേത്രചികിത്സാ വിഭാഗത്തിൻ്റെയും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ്. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ പട്ടാമ്പി നഗരസഭയുടെയും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന നേത്ര പരിശോധന ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഒരു തിമിര ശസ്ത്രക്രിയ എന്ന് പറയുന്നത് നല്ല ചിലവേറിയ ശസ്ത്രക്രിയയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് അത് സൗജന്യമായി തന്നെ നടത്തിക്കൊടുത്തുകൊണ്ട് ഈ ക്യാമ്പ് ഇന്നിവിടെ നമുക്കറിയാം, ഇതിന് മുമ്പും ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആളുകൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിലുള്ള തിമിര ശസ്ത്രക്രിയ നടത്തിയ ആളുകളുണ്ട്. അവർക്കൊക്കെ കാഴ്ച നല്ല രീതിയിൽ ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. കൗൺസിലർ KR നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനന്ദവല്ലി, ജില്ലാ ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ VKP ഗീത, നിജി, ധന്യ തുടങ്ങിയവർ സംസാരിച്ചു. തിമിരം, ഡയബറ്റിക് റെറ്റിനോപ്പതി, കാഴ്ചക്കുറവ്, ഗ്ലോക്കോമോ, നേത്രസംബന്ധമായ മറ്റ് അസുഖങ്ങൾ തുടങ്ങിയ വിഭാഗത്തിലുള്ള പരിശോധന നടന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, തുടർ ചികിത്സ എന്നിവയ്ക്കെല്ലാം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ നേത്രചികിത്സാ വിഭാഗത്തിൽ സൗകര്യമൊരുക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളം ഒരുമ വെൽഫെയർ ട്രസ്റ്റും ചെറുതുരുത്തി PNNM ആയുർവേദ മെഡിക്കൽ കോളേജും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തും. 31-ന് രാവിലെ 8 മണി മുതൽ
ഉച്ചയ്ക്ക് 1 മണിവരെ വാണിയംകുളം സ്വാമി ലോകദാസ് ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് മരുന്ന് വിതരണവും നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. PNNM ആയുർവേദ മെഡിക്കൽ കോളേജിലെ എല്ലാ വിഭാഗം ഡോക്ടർമാരും സ്റ്റാഫുകളും ഉൾപ്പെടെ 25ഓളം പേരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാകും. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക ചികിത്സാ സൗകര്യമുണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 9446 478391, 9497189463, 7592921212 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. വെൽഫെയർ ട്രസ്റ്റ് 2 വർഷത്തോളമായിട്ട് അതിൻ്റെ ഒരു പ്രവർത്തന മേഖല വാണിയംകുളം അതിന് പരിസര പ്രദേശത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് ഇതൊരു സാമൂഹിക സാംസ്കാരിക സംഘടനയാണ്. ആളുകൾക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള വളരെ നിസ്സഹായരായിട്ടുള്ള ആളുകൾ, വളരെ കഷ്ടത അനുഭവിക്കുന്ന ആളുകളെയൊക്കെ സഹായിക്കുക. അതുപോലെ വിദ്യാർത്ഥികളായ കുട്ടികൾക്ക് പഠന സഹായങ്ങൾ തുടങ്ങി, അതുപോലെ ഓണത്തിന് റമദാന് 100-ലധികം ആളുകൾക്ക് ഓണക്കിറ്റ് വിതരണം, റമദാൻ കിറ്റ് വിതരണം, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ഒരുമ വെൽഫെയർ ട്രസ്റ്റ് വാണിയംകുളത്ത് ഇതുവരെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ പ്രധാന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ്. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. പ്രതീക്ഷിക്കാത്ത ഒരു മഴ വലിയ രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലുണ്ടാകുന്ന മഴക്കാല രോഗങ്ങൾ, അതുപോലെ സ്ത്രീകള്, കുട്ടികള്, അതുപോലെ പ്രായമായ ആളുകൾക്കൊക്കെ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമ വെൽഫെയർ ട്രസ്റ്റും PNNM ആയുർവേദ മെഡിക്കൽ കോളേജ് ചെറുതുരുത്തിയും ചേർന്ന് സംയുക്തമായിട്ട് വാണിയംകുളം ലോകദാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമ്മൾ ഈ 31-ാം തീയതി ശനിയാഴ്ച ഒരു മെഡിക്കൽ ക്യാമ്പ് വെക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഒരുമ പ്രസിഡന്റ് K. മൊയ്തുപ്പ ഹാജി, സെക്രട്ടറി PP സോമൻ, ട്രഷറർ അബ്ദുൾ ഷുക്കൂർ, വൈസ് പ്രസിഡന്റ് P. ശ്രീജേഷ്, P. അക്ബർ അലി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രസിദ്ധ കുറുങ്കുഴൽ നാദസ്വര വിദ്വാൻ പനമണ്ണ മനോഹരന് ആസ്വാദകരും ശിഷ്യരും ആദരമൊരുക്കും. ജൂൺ 1 ഒറ്റപ്പാലത്ത് നാദമനോഹരം എന്ന പേരിലാണ് ആദര സമ്മേളനമെന്ന് സംഘാടക സമിതി ചെയർമാൻ ശുഗപുരം രാധാകൃഷ്ണൻ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മേളങ്ങളുടെ ആരോഹണ അവരോഹണ ഗതിവിഗതികളിൽ സംഗീതത്തെ സമന്വയിപ്പിക്കുന്നതിൽ പ്രഗത്ഭനാണ് പനമണ്ണ മനോഹരനെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ശുഗപുരം രാധാകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ പ്രഗത്ഭ മേളങ്ങളിലെ നിറസാന്നിധ്യവും ആകാശവാണി ആർട്ടിസ്റ്റുമാണ് പനമണ്ണ മനോഹരൻ. മേളരംഗത്ത് അർഹതയുണ്ടായിട്ടും അവഗണിക്കപ്പെടുന്നവരാണ് കുറുങ്കുഴൽ വാദകർ. കുറുങ്കുഴൽ വാദന രംഗത്ത് ശാസ്ത്രീയ സംഗീതത്തെ സമന്വയിപ്പിക്കുന്നതിലും മേളത്തിൽ തനത് കുറുങ്കുഴൽ വാദനത്തിലൂടെ ആസ്വാദക മനം കവരാനും പനമണ്ണ മനോഹരന് കഴിഞ്ഞിട്ടുണ്ട്. ജൂൺ 1 ഒറ്റപ്പാലത്ത് നടക്കുന്ന നാദമനോഹരം ആദരത്തിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പുരസ്കാരം സമർപ്പിക്കും. കേരളത്തിലെ പ്രഗത്ഭ മേളവിദ്വാൻമാരും ആസ്വാദകരും ശിഷ്യരും ആദരവ് ചടങ്ങ് ധന്യമാക്കുമെന്നും ശുഗപുരം രാധാകൃഷ്ണൻ പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിക്കോണമെന്നില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് ഈ മേളത്തിന്റെ കുറുങ്കുഴൽ വാദനത്തിന് സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംഗീതത്തിന്റെ പ്രത്യേകിച്ച് കർണാട്ടിക് മ്യൂസിക്കിലേക്ക് പല കീർത്തനങ്ങൾ സമഞ്ജസമായി ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കാൻ കഴിവുള്ള ഒരു അപൂർവ വ്യക്തിത്വമാണ് നാദമനോഹരം എന്ന പേരിൽ ആദരിക്കപ്പെടുന്ന ശ്രീ പനമണ്ണ മനോഹരൻ. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സഹപാഠികളും ശിഷ്യന്മാരും പ്രശിഷ്യന്മാരും സുഹൃത്തുക്കളും ഒക്കെ കൂടിയാണ് ഇങ്ങനെ ഒരു ആദരവ്, അതായത് കുറുങ്കുഴൽ വാദകരുടെ ചരിത്രത്തിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ആദരവ് സംഘടിപ്പിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മളെ ഈ ഒരു പാലക്കാടിന്റെ പാലക്കാടിന്റെ മണ്ണിൽ നിന്നുള്ള ഒരു കുറുങ്കുഴൽ വിദ്വാനാണ് മനോഹരൻ. അപ്പൊ അദ്ദേഹം കേരളത്തിൽ ഒട്ടുമിക്ക പരിപാടികളിലും അതൊക്കെ ഞാൻ നോട്ടീസിലുണ്ട്, പ്രോഗ്രാമിലുണ്ട്. അപ്പൊ ഇത് കൂടാതെയുള്ള ഒരു പ്രത്യേകത, ആകാശവാണിയിൽ എല്ലാ വർഷവും ഉണ്ടാവണ താളവാദ്യ കച്ചേരി പതിവുണ്ട്. അത് ശുഗപുരം രാധാകൃഷ്ണൻ എന്ന ഒരാളാണ് അത് സംഘടിപ്പിക്കുന്നത്, അതിന്റെ നേതൃത്വം. അപ്പൊ അതില് കുറുങ്കുഴലിന്റെ ഒരു ഇതുണ്ട്. കുറുങ്കുഴല്, കൊമ്പ്, ഏലത്താളം, ചെണ്ട, മദ്ദളം, സീമല. സംഘാടക സമിതി ഭാരവാഹികളായ ശ്രീകൃഷ്ണപുരം ശശി, കടമ്പൂർ രാജൻ, പാലക്കാട് മണിയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ RSS പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി. 9 പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷ നാളെ വിധിക്കും. കരുവന്നൂർ കേസിൽ ED കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ K. രാധാകൃഷ്ണൻ MP സ്ഥാനം രാജിവെക്കണമെന്ന് മുൻ MLA അനിൽ അക്കര. ആവശ്യമുന്നയിച്ച് ചേലക്കരയിലെ MP ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്.
പ്രധാന പാതകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അനാസ്ഥയ്ക്കും ഗ്രാമീണ റോഡുകളുടെ തകർച്ചയ്ക്കുമെതിരെയും ചേലക്കരയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. മണ്ണാർക്കാട് സ്വകാര്യ ബസ് അപകടത്തിൽ വനിതാ എംപ്ലോയ്മെന്റ് ഓഫീസർക്ക് ദാരുണാന്ത്യം. മരിച്ചത് മണ്ണൂർ സ്വദേശിനി പ്രസന്നകുമാരി. റോഡ് മുറിച്ചു കടന്നു വരികയായിരുന്ന ഇവരുടെ ദേഹത്ത് ബസ്സിന്റെ ഡോർ തട്ടുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ. പ്രസന്നകുമാരി സർവീസിൽ നിന്ന് വിരമിക്കാൻ ശേഷിച്ചിരുന്നത് 2 ദിവസം മാത്രം. ഒറ്റപ്പാലം മനശ്ശേരിയിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ഷൊർണൂരിൽ മഴക്കാല ശുചീകരണ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. തീരുമാനം നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ. മഴക്കാല വിളകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ക്യാമ്പയിന് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.